ബീഫിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബീഫും ഗാർലിക്കും മാത്രം മതി. കുക്കിങ്ങിന് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ അഫ്ഗാനികളുടെ കുക്കറുണ്ട്. അതൊരു പ്രത്യേകതരം കുക്കറാണ്, ഒരു പ്രത്യേക ഷേപ്പാണ്. ഈ ഷേപ്പ് മാറുന്നതിനനുസരിച്ച് രുചി മാറിക്കൊണ്ടിരിക്കും. ഇതൊന്നും പറഞ്ഞ ആളുകൾ വിശ്വസിക്കുന്നില്ല. അതായത് സിലിണ്ടറിൽ ഇരിക്കുന്ന കുക്കറും ഇങ്ങനെ പള്ള തള്ളിയിരിക്കുന്ന കുക്കറിനകത്തും രണ്ടും രുചിയാണ് വരുന്നത്. ഈ അഫ്ഗാനി കുക്കറിനകത്ത് വെറും ഗാർലിക്ക് ഒരു ഇച്ചിരി ഒരുപോലെ ഓയിൽ ഏതെങ്കിലും ഇടുക, സോൾട്ട് ഇടുക, കഴിച്ച് കഴിഞ്ഞാൽ വേറെ ലെവലായിട്ട് ബീഫ് കിട്ടും. ഇങ്ങനെ പിടിച്ച ഇങ്ങനെ പഞ്ഞി പോലെ വരുന്നത്. കുക്കിംഗ് ടൈം അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുക? ഇത് ഡിപ്പെൻസ് ഓൺ ദ ബീഫ്. ടെൻഡർ ലോയിൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 മിനിറ്റ് കൊണ്ട് വരെ റെഡിയാവും. പക്ഷെ ആ സമയത്ത് നമ്മുടെ തുടയുടെ ഒക്കെ പീസ്, നമ്മൾ ഈ ബീഫ് കഴിക്കാണ്ട് പോകുമ്പോൾ എല്ലാവരും തുടയതാണ് ചെത്തിയെടുക്കുന്നത്. ബീഫിന്റെ കാച്ചിരി കൊള്ളാത്ത ഒരു ഇറച്ചി ഉണ്ടെങ്കിൽ അത് തുടയിലെ ഇറച്ചിയാണ്. ഏറ്റവും കട്ടിയുള്ളതും ഏറ്റവും രുചിയില്ലാത്ത ബീഫിന്റെ തുടയിലെ ഇറച്ചിയാണ്. അത് നല്ല സമയമെടുക്കും. ആ സമയത്ത് ഈ വാരിയലിന്റെ ഇടയിലൂടെ ഒക്കെ വരുന്ന ഇറച്ചിയുണ്ട്, അത് ഭയങ്കര അടിപൊളിയാണ്. ഞങ്ങളുടെ കോട്ടയംകാരുടെ ഏഷ്യാടെന്ന് പറയുന്ന കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതിന് ഈ വാരിയലും ഇറച്ചിയും കൂടെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ റെസിപ്പി പറയാമോ? അതിന്റെ റെസിപ്പി തന്നെ നല്ല വാരിയലും ബീഫും കൂടെ വെട്ടിയിരിക്കുക, മല്ലി, മുളക്, മഞ്ഞള്, കരിവേപ്പില, കുരുമുളക്, വെളിച്ചെണ്ണ, ഇത്ര സാധനം ഇട്ട് മിക്സ് ചെയ്ത് കറിയാക്കുക. നോർമൽ കറിയാക്കുക. കപ്പ രണ്ടാമത് വെക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടി ഇളക്കിയിട്ട് മേളിൽ പച്ചമുളക് അരിഞ്ഞിടുക. കുറച്ച് സവോള കൂടെ ഇട്ട് വേണമെങ്കിൽ താളിക്കാം. താളിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അത് ഓർത്തിട്ട് എനിക്ക് വായി വെള്ളം